ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൗണ്ടർ ബേസിൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യേണ്ടത്. സെയിം മോഡൽ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്ന ഫുൾ അളവും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് 2 ബേസിനാണ്. ഡ്രെയിനേജ് പൈപ്പ് കണക്ട് ചെയ്തിട്ട് 45 സെൻറ്റിമീറ്റർ ആണ്. ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് 45 സെൻറ്റിമീറ്റർ, ഫ്ലോറിൽ നിന്ന് അതുപോലെ 65 സെൻറ്റിമീറ്റർ ഡ്രെയിനേജ് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക്. അങ്ങനെ ബേസിൻ്റെ ടോപ്പ് ഹൈറ്റ് നമുക്ക് 85 ഫിനിഷിങ്ങിൽ കിട്ടണം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മിക്സർ ടൈപ്പാണ്. ഇതിൻ്റെ ഹാൻഡിൽ ലെഫ്റ്റ് കൈ കൊണ്ട് തിരിക്കണ കോലത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 2 മോഡൽ വരുന്നുണ്ട്. ലെഫ്റ്റ് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണ്ടും റൈറ്റ് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണ്ടും സാധനം വരുന്നുണ്ട്. ഇതിൻ്റെ ബോക്സിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട് അത്. പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് കോൾഡ് വാട്ടറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, അതുപോലെ ഹീറ്റ് വാട്ടറിൻ്റെ കണക്ഷൻ. പിന്നെ ഇത് ജാഗോറിൻ്റെ സാധനമാണ്. പിന്നെ അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് എല്ല് വലിയ അക്ഷരത്തിൽ എല്ലിന് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് 3/4 MT ബ്രാസ് MT ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഹീറ്റ് വാട്ടർ കണക്ട് ചെയ്യുന്നിടത്ത് കോൾഡ് വാട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും കോൾഡ് വാട്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3/4 ഇഞ്ച് STR11 പൈപ്പാണ്. ഇവിടെ നേരെ ടീ ഇട്ടിട്ട് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒറ്റ ലൈൻ തന്നെയാണ്. കോൾഡ് വാട്ടർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ടാപ്പിൻ്റെ അതേ ഭാഗവും ഡ്രെയിനേജിൻ്റെ ഒരേ ഭാഗം ഒരേ അളവിൽ കിട്ടണം. 45 ആണെങ്കിൽ ടാപ്പിൻ്റെ ഭാഗം 45 കിട്ടണം. കവറിങ് പ്ലേറ്റ് ഇടുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടാൻ കറക്റ്റ് ലെവൽ വെച്ച് സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കണം. അങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ബേസിൻ്റെ ടോപ്പ് ലെവൽ 85, അതിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേസിൻ്റെ ടാപ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.